കളഞ്ഞു കിട്ടിയ നിധി. അതെ, സത്യം തന്നെ. എനിക്ക്, പ്രത്യേകിച്ച് ചെടിപ്രേമികൾക്ക് ഇതൊരു നിധി തന്നെയാണ്. എന്താണെന്നല്ലേ, ദാണ്ടേ ഈ അഗ്ലോണിമ സുന്ദരി. നഴ്സറിയിൽ നിന്നൊക്കെ പോയി വലിയ വില കൊടുത്ത് വാങ്ങേണ്ടുന്ന ഒരു അഗ്ലോണിമയാണ് എനിക്ക് ഫ്രീ ആയിട്ട് റോഡിൽ കിടന്ന് കിട്ടിയത്. കഴിഞ്ഞ ദിവസം എനിക്ക് പുറത്തു കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പുറത്ത് പോകുന്ന നേരമായിരുന്നു. ജംഗ്ഷനിലോട്ട് നടക്കുന്ന വഴിക്കായിരുന്നു ഇവർ മൂന്നുപേരും റോഡ് സൈഡിൽ കിടക്കുന്ന കണ്ടത്. അതിലൊരാൾ ചതഞ്ഞറിഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി കയറി. കാരണം ഒരുപാട് ആൾക്കാർ പോകുന്ന വഴിയാണ്, സ്കൂളും കോളേജും അതുപോലെ ജംഗ്ഷനിലോട്ട് പോകുന്ന റോഡാണ്, ഹോസ്റ്റൽ അടുത്താണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള റോഡാണ്. ആ ചെടിയോടെ കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ആൾക്കാരൊന്നും വരുന്നെന്നോ പോകുന്നെന്നോ ഒന്നും ഞാൻ നോക്കില്ല. ഞാൻ അപ്പോഴേ അതിലൊരെണ്ണം എടുത്തുകൊണ്ട് എൻ്റെ ബാഗിലെടുത്ത് വെച്ച്. കാരണം ഒരെണ്ണം എടുക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. തിരിച്ച് വരുന്ന വഴിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, രണ്ടും കൂടെ എടുത്തുകൊണ്ട് വരാമായിരുന്നു. അത് ആർക്കെങ്കിലും കിട്ടിട്ട് എന്നുണ്ടെങ്കിൽ അവരെ എടുത്തോട്ടെ എന്നും കരുതി. മറ്റേത് അവിടെ ഇട്ടിട്ട് പോകാൻ എനിക്ക് ഒട്ടും മനസ്സില്ലായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് തിരിച്ച് വരാൻ നേരം കറക്റ്റ് അവിടെ തന്നെ അതിവിടെ കിടപ്പുണ്ടായിരുന്നു. വണ്ടി കയറി ഇറങ്ങിയോ നടന്നോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് എനിക്കായിട്ട് മാറ്റി വെച്ചിരുന്ന പോലെ തന്നെ അവിടെ ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അപ്പോഴേ അതും എടുത്തുകൊണ്ട് തുള്ളിച്ചാടി തന്നെ വീട്ടിൽ പോയത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മൾ നഴ്സറിയിലൊക്കെ പോയി വലിയ വില കൊടുത്ത് മേടിക്കണം, അല്ലെങ്കിൽ ഓൺലൈനായിട്ടായിരുന്നാലും പോലും ഇത്രയും വലിയ ചെടി മേടിക്കണമെങ്കിൽ എങ്ങനെ പോയിരുന്നാലും 150 മുകളിലായിരിക്കും ഈ ഒരു ചെടിക്ക് അഗ്ലോണിമയ്ക്ക് വില വരുന്നത്. അതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്നല്ലേ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്റ്റലും കോളേജും എല്ലാം അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പം കോളേജിലെങ്ങാണ്ട് അവിടെ ഗാർഡൻ വൃത്തിയാക്കുന്ന സമയത്തെങ്ങാണ്ട് അവർ പുറത്തെങ്ങാണ്ട് മതിലിന് പുറത്തോട്ടെടുത്ത് ഇട്ടതാണ്. അത് ആ റോഡിൽ തന്നെയാണ് വന്ന് കിടന്നത്. എന്നാലും അതെനിക്ക് ഡബിൾ സന്തോഷം തന്നെയാണ്. ഞാൻ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് നട്ട് വെച്ചിട്ടുണ്ട്. അവരിപ്പോൾ എന്തായിരുന്നാലും നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. റോഡിൽ കിടന്ന് അതുകൂടെ